ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. ഈ കഥാപാത്രം 72 ദിവസം വെറുതെ ജയിലിൽ കിടന്നു. അവർ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപമായി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി.കെ. രാജു ആണ് അന്വേഷണ സംഘ തലവൻ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. നമ്മളിത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്ന വാർത്തയാണ് ഈ ഷീല സണ്ണിയുടെ വാർത്ത. അതിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയോ എക്സൈസ് അതിൻ്റെ നേരത്തെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന എക്സൈസ് നാരായണദാസ് എന്ന ആ പ്രതിയെ പിടികൂടുകയോ ചെയ്യാത്തത് നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇന്ന് ഈ നിമിഷം വരെ നാരായണദാസ് പിടിയിലായിട്ടില്ല എന്നുള്ളതും ഇതോടൊപ്പം പറയേണ്ട വാർത്തയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവി രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ വ്യാജ ലഹരി കേസിന് ചുക്കാൻ പിടിച്ചവർ ആരൊക്കെ എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി.കെ. രാജു ഈ അന്വേഷണത്തിൻ്റെ സംഘത്തലവനാണ്. 2-3 ദിവസത്തിനകം SIT അന്വേഷണം ആരംഭിക്കും. പോലീസ് ആസ്ഥാനത്തു നിന്നും ഉടൻ ഫയലുകൾ ഈ അന്വേഷണ സംഘത്തിന് കൈമാറും. നേരത്തെ എക്സൈസ് ആ ഫയൽ PHQയിലേക്ക് അയച്ചിരുന്നു. അതാണ് ഇനിയിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും 4 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങണം എന്നുള്ളതുമാണ്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഈ നാരായണദാസിനെ കുടുക്കാൻ കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, നന്നായി.